നമ്മൾ ശ്രീവിദ്യയെക്കുറിച്ചും ശ്രീചക്രത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീചക്ര പൂജ അല്ലെങ്കിൽ ശ്രീചക്ര സാധന എല്ലാവർക്കും ഉള്ളതാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. എല്ലാവർക്കും ഉള്ളതാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിനും ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ഒരു ഗുരുവിലൂടെ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഗുരു പരമ്പരയിലൂടെ ഒരു സിദ്ധി കൊണ്ട് കിട്ടിയെന്നോ സ്വപ്ന ദർശനം കിട്ടിയെന്നോ അവധൂതനിൽ നിന്ന് കിട്ടി എന്നൊക്കെ പറയുന്ന, ദീക്ഷ കിട്ടി എന്നൊക്കെ പറയുന്ന ആളുകളുടെ ശ്രീവിദ്യ ഉപാസന കൃത്യമായി ചെയ്യാൻ കഴിയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപദേശം ലഭിച്ചു എന്നത് മാത്രമല്ല, അത് ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ അത് സഹായിക്കും. എന്നാൽ സമ്പ്രദായത്തിന്റെ ഭാഗമായി സമ്പ്രദായ രഹസ്യങ്ങളിലൂടെ പോകണം എന്നുണ്ടെങ്കിൽ ഗുരു പരമ്പരയിലൂടെ തന്നെ നമുക്ക് അറിവ് ലഭിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പറയാൻ കാരണം, ശ്രീചക്രം പൂജിക്കുന്ന സമയത്ത് നമുക്ക് ഗുരു പരമ്പരകളെ പൂജിക്കാനുണ്ട്. സ്വഗുരു, പരമഗുരു, പരമേഷ്ടി ഗുരു, പരാൽപര ഗുരു എന്നൊക്കെ പറയുന്ന ഗുരു പരമ്പരയുണ്ട്, ഔഹങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് പൂജിക്കണമെങ്കിൽ കൃത്യമായൊരു ഗുരു പരമ്പരയിൽ നിന്ന് മാത്രമേ അത് അറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ശ്രീചക്ര പൂജ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്ന കാര്യം പറയുമ്പോൾ അത് ആരെ ലക്ഷ്യം വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, കാലങ്ങളായിട്ട് ശ്രീ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്തു വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. എത്ര കാലമായിട്ടുണ്ടാവും അവര് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാൻ തുടങ്ങിയിട്ട്. അമ്മയുടെ അനുഗ്രഹം ഇല്ലാണ്ട് അവർക്ക് അങ്ങനെ ഒരു ഗ്രന്ഥം തുറക്കാനേ തോന്നില്ല. ഇത് തുറന്നു നിത്യേന അത് സാധന ചെയ്യണമെങ്കിലും അമ്മയുടെ അനുഗ്രഹം വേണം. ആ അനുഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും അമ്മയെ അറിയാനും അമ്മയുടെ അടുത്തെത്താനും പറ്റണം. അപ്പൊ അങ്ങനെ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്തു വരുന്ന ആളുകൾക്ക് ലളിതാ പരമേശ്വരിയുടെ സ്വരൂപമായിരിക്കുന്ന ശ്രീചക്രത്തിൽ പൂജ നടത്തുമ്പോൾ, സാമാന്യന ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നവർക്കൊക്കെ ശ്രീചക്രം എന്താണെന്ന് അറിയുന്നുണ്ടായിരിക്കാം, ഇവർ കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ ശ്രീചക്രം ബാഹ്യമായി കാണുമ്പോഴും എന്താണ് ശ്രീചക്രം, ശ്രീചക്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. അപ്പൊ അത്തരത്തിലുള്ളവർക്ക് ശ്രീചക്രം പൂജിക്കാൻ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എല്ലാവർക്കും ശ്രീചക്രം പൂജിക്കണം. അത് ഘട്ടം ഘട്ടമായിട്ട് പോയിട്ടാണ് പരിപൂർണതയിലെത്തുക. എന്നിരുന്നാൽ പോലും ആരംഭത്തിൽ തന്നെ നവാവരണ പൂജ തന്നെ ചെയ്തുകൊണ്ട് നമുക്ക് പോകാം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹവും നമ്മുടെ ഒരു പദ്ധതി. അങ്ങനെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ശ്രീചക്രം കൃത്യത്തിൽ ശ്രീചക്രത്തിൽ എന്തൊക്കെയുണ്ട്, ശ്രീചക്രം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ലളിതമായിട്ട് അതൊന്ന് പറയുക എന്നാണ് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശ്രീചക്രം എന്താണെന്ന്, ശ്രീചക്രം എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ച്, ശ്രീചക്രം എങ്ങനെ രൂപപ്പെടുന്നു എന്നതിനെ കുറിച്ച് ഒരു താന്ത്രിക ഗ്രന്ഥമായിട്ടുള്ള യോഗിനി ഹൃദയം വ്യക്തമായി പറയുന്നുണ്ട്. അതിന്റെ പ്രമാണം എന്ന് പറയുന്നത് യഥാസ പരമാശക്തി സ്വേച്ഛയാ വിശ്വരൂപീപണിം സ്ഫുരത്താത്മന പശ്യേത് തഥാ ചക്രസ്യ സംഭവ എന്നാണ്. അതായത് എപ്പോഴാണോ പരാശക്തി സാക്ഷാൽ പരമേശ്വരി സ്വന്തം ആഗ്രഹത്താൽ സ്വന്തം ഇച്ഛയാൽ ഈ വിശ്വത്തിന്റെ, അതായത് ഈ കാണായ പ്രപഞ്ചത്തിന്റെ രൂപം എടുത്തുകൊണ്ട് സ്വന്തം സ്പന്ദനത്തെ, നമ്മുടെ ഹൃദയമിടിപ്പ് എന്ന് പറഞ്ഞ പോലെ ദേവിയുടെ ആ സ്പന്ദനത്തെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, ആ സമയത്ത് ആ ദേവി തൻ്റെ സ്പന്ദനത്തെ, ഈ പ്രപഞ്ചത്തിന്റെ സ്വരൂപം കൈകൊണ്ട് തൻ്റെ സ്പന്ദനത്തെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചക്രം, ശ്രീചക്രം പ്രത്യക്ഷമായി കാണപ്പെടുന്നു. അതിന് എന്താ നമുക്ക് മനസ്സിലാവുന്നത്? ഈ സൃഷ്ടിക്കപ്പെട്ടതിനെല്ലാം ആധാരമായി വർത്തിക്കുന്ന, എല്ലാത്തിനും ആധാരം എന്താ, നമ്മളെ സംബന്ധിച്ച് എന്താ പറയാ, ആ ഏകം സത്ല്, സത്യം ഒന്നേ ഉള്ളൂ. അത് ഉപനിഷത്തുക്കളൊക്കെ അത് എന്നാ പറഞ്ഞിരിക്കുന്നത്, അത് ഇത് എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. തന്ത്രം ശിവം എന്ന് പറയുന്ന ആ അവസ്ഥ, ആദിനാഥൻ. അപ്പൊ എല്ലാത്തിനും ആധാരമായി വർത്തിക്കുന്ന ആദിനാഥൻ സാക്ഷാൽ പരമേശ്വരൻ. ആ പരമേശ്വരൻ തുടങ്ങി അവിടെ എന്താണ്, അത് നിർഗുണമായി നിൽക്കുന്ന അവസ്ഥയാണ്. ഇതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും നമുക്ക് കാണാനില്ല. പിന്നീടാണ് ആ സ്പന്ദനത്തിലൂടെ, അതിൽ എപ്പോഴാണ് ആ സ്പന്ദനം സംഭവിക്കുന്നത്, താൻ ആരെ എന്ന ചിന്തയിൽ ആ സ്പന്ദനത്തോടു കൂടി ആ ചിന്ത ഉടലെടുക്കുന്നു. ആ ചിന്തയിൽ നിന്നാണ് പിന്നീട് സൃഷ്ടി പ്രക്രിയ ആരംഭിക്കുന്നത് എന്നാണ് തന്ത്രശാസ്ത്രമാണ്. ഒരു വലിയൊരു സ്ഫോടനമാണ്. ബിഗ് ബാങ് തിയറി ഒക്കെയാണ് തന്ത്രം മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൽ പറയുന്നു, പക്ഷേ സ്ഫോടന സിദ്ധാന്തം എന്നാണ് നമ്മളുടേതായ രീതിയിൽ പറയുക. അപ്പൊ ആ സ്ഫോടന സിദ്ധാന്തത്തോട് കൂടിയിട്ട് ആ ആദിനാഥനായിരിക്കുന്ന പരമേശ്വരനിൽ നിന്ന് തുടങ്ങി, അവിടെ അതിൽ നിന്ന് ആരംഭിക്കുകയാണ്. നിർഗുണമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് സഗുണമായ ഭാവത്തിലേക്ക്
ശിവത്വം തൻ്റെ ആ പ്രകാശം തൻ്റെ വിമർശത്തോടു കൂടി അങ്ങോട്ട് വ്യാപിക്കാൻ തുടങ്ങുന്നു. ആ പരമേശ്വരൻ തുടങ്ങി ഈ പ്രപഞ്ചം വരെ എത്തി നിൽക്കുന്ന. ഇപ്പൊ നമുക്ക് ദൃശ്യമായിരിക്കുന്ന പ്രപഞ്ചമുണ്ട്, നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത്ര പ്രപഞ്ചത്തിന് നമുക്ക് പ്രപഞ്ചത്തിന്റെ ആഴവും പരപ്പും നമുക്ക് അളക്കാൻ കഴിയില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മോഡേൺ സയൻസിന് പോലും ഈ പറയുന്ന പ്രപഞ്ചത്തിന്റെ അറ്റം എവിടെയെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഉണ്ടോന്ന് പോലും നമുക്ക് അങ്ങോട്ട് എത്രത്തോളം അതിന്റെ സീമ നിശ്ചയിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ആ പ്രപഞ്ചത്തിൽ നമുക്ക് കാണാനാകുന്നതും കാണാൻ കഴിയാത്തതുമായ പ്രപഞ്ച സൃഷ്ടി, ആ പ്രപഞ്ച സൃഷ്ടി മുഴുവനും ആദ്യം തുടങ്ങി ഈ പ്രപഞ്ചം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സൃഷ്ടി പ്രക്രിയ, അതില് നമ്മളും കൂടി ചേർന്ന് ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് നമ്മൾ പ്രപഞ്ചത്തിൽ നിന്നും പരാശക്തിയിൽ നിന്നും പരമേശ്വരൻ നിന്നും വിഭിന്നമല്ല, വേറെയല്ല, ഭിന്നമല്ല, നമ്മൾ ഇത് തന്നെയാണ്. അങ്ങനെയുള്ള ആ ഒരു ആരംഭത്തിൽ നിന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്ന, ഇനി മാറിക്കൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ വരെ നിൽക്കുന്ന, അത് വലിയൊരു പ്രക്രിയയാണില്ലേ, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറം വലിയൊരു ഗഹനവും സങ്കീർണവുമാണ് ഇല്ലേ. നമുക്ക് ഒരിക്കലും അതിന്റെ ആഴവും പരപ്പും നിശ്ചയിക്കാൻ പറ്റില്ല എന്ന് ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള സങ്കീർണമായിരിക്കുന്ന വ്യവസ്ഥയുടെ ജാമിതീയ രൂപമാണ് ശ്രീചക്രം. ശ്രീചക്രം വരയ്ക്കൽ തന്നെ മറ്റുള്ള യന്ത്രങ്ങൾ, ഇപ്പൊ സുദർശന യന്ത്രം വരയ്ക്കുന്ന പോലെ, അല്ലെങ്കിൽ വിദ്യാരാജഗോപാലം വരയ്ക്കുന്ന പോലെ, മൃത്യുഞ്ജയോ ഒന്നും വരയ്ക്കുന്ന പോലെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്ന ഒരു യന്ത്രമല്ല ശ്രീചക്രം. ശ്രീചക്രം വരയ്ക്കുന്നതിനെ കുറിച്ച് ചട്ടഭിസ്വാമികളൊക്കെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പുസ്തകമൊക്കെ രചിച്ചിട്ടുണ്ട്. ഒത്തിരി ഗ്രന്ഥങ്ങളിലൂടെ ശ്രീചക്രത്തിന്റെ രചനയെക്കുറിച്ചും ശ്രീചക്രത്തിന്റെ വാമകേശ്വരന്ത്രത്തിലൊക്കെ അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, മെറ്റലുകൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ കാര്യങ്ങളെക്കുറിച്ചും അതിന്റെ ആ ഒരു വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിവിധ തന്ത്രഗ്രന്ഥങ്ങൾ വിവിധങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അത്ര സങ്കീർണമാണ് ശ്രീചക്രം വരയ്ക്കുക എന്ന് പറയുന്നത്. കാരണം എന്താ, പ്രപഞ്ചത്തിന്റെ സങ്കീർണമായ ആവിഷ്കാരം തന്നെയാണ് ശ്രീചക്രം. അങ്ങനെയുള്ള ശ്രീചക്രം അപ്പൊ ഇത് ജാമിതീയ രൂപമാണ്, ജോമെട്രിക്കൽ രൂപമാണ്. അത് കൃത്യമായി സയൻസുമാണ്. ഒരു വിശ്വാസിയുടെ കണ്ണിലൂടെ നോക്കിക്കാണുമ്പോൾ പരാശക്തിയുടെ രൂപമാണ് അല്ലെ. എന്താ പറയാൻ കാരണം, ശ്രീചക്രം ശിവയോർ വപു എന്നാണ് പ്രമാണം. ശ്രീചക്രം ശിവയോർ വപു. ഇവിടെ ശിവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തിയാണ്. ശിവൻ പരമേശ്വരൻ, ശിവ പരാശക്തി പാർവതി. അപ്പോൾ ശ്രീചക്രം ശിവയോർ വപു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവയുടെ ശരീരമാണ് ശ്രീചക്രം, പരാശക്തിയുടെ ശരീരമാണ്. അപ്പൊ ഭക്തർക്ക് ശരീരമാകുന്നു, പരാശക്തിയുടെ ശരീരമാകുന്നു. ആ ശരീരത്തിലൂടെ നമുക്ക് പരമേശ്വരനെ, ആ ശരീരത്തെ പൂജിച്ചുകൊണ്ട്, അറിഞ്ഞുകൊണ്ട്, അനുഭവിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു, കഴിഞ്ഞ തവണ നമ്മൾ പറയേണ്ടായി, നമ്മുടെ ശരീരം തന്നെയാണ് പ്രത്യക്ഷ ശ്രീചക്രം എന്നുള്ളത് ഇല്ലേ. അതാണ് വാമാചാരത്തിന്റെ പ്രക്രിയ എന്നും പറയേണ്ടായി. സ്വന്തം ശരീരത്തിൽ, ബാഹ്യമായ യന്ത്രമല്ല, സ്വന്തം ശരീരത്തിലോ സ്വന്തം പാർട്ട്ണറുടെ ശരീരത്തിലോ ആ ദേവതയെ കണ്ടുകൊണ്ട്, അത് കാദിഹാദി വിദ്യയുടെ മാറ്റവും പറഞ്ഞു കഴിഞ്ഞു. ആ മാറ്റങ്ങളിലൂടെ കാദിഹാദി സാദി എന്നൊക്കെ കൊണ്ട് മന്ത്രവ്യത്യാസങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് സ്വന്തം ശരീരത്തിൽ കണ്ടുകൊണ്ട്, ശരീരത്തിന്റെ തന്ത്രത്തിന്റെ പ്രത്യേകത തന്നെ എന്താ, തന്നതേ വിസ്താരിത ജ്ഞാനം, ശരീരത്തിലൂടെയാണ് നമ്മൾ അറിഞ്ഞ അറിവിനെ, വേദത്തിലൂടെ നമ്മൾ അറിഞ്ഞ അറിവിനെ നമ്മൾ അനുഭവവേദ്യമാക്കുന്ന പ്രക്രിയയാണ് തന്ത്രം. അപ്പൊ അതിന് നമുക്ക് ആധാരം ഈ ശരീരമാണ്. അപ്പൊ പ്രത്യക്ഷ ശരീരം ശ്രീചക്രവുമാണ്. ആ ശ്രീചക്രം എന്താണ്, ശിവയോർ വപുവാണ്, ശിവയുടെ പരാശക്തിയുടെ ശരീരമാണ്. പരാശക്തി വസിക്കുന്നതിലില്ലേ ചൈതന്യമുണ്ട്, പരമേശ്വരനും പരാശക്തിയൊക്കെ ഇത് തന്നെയുണ്ട്. അപ്പൊ ഇതിനെ അനുഭവിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ആ പരമേശ്വരനെ അറിയാനുള്ള ഉപാധിയാണ് ഒരു ഭക്തരെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ ഈ നമ്മുടേതായിരിക്കുന്ന താന്ത്രികമായിരിക്കുന്ന ഈ ശാസ്ത്രത്തെ ഉപയോഗിക്കുന്നവർക്ക്. അല്ലാത്തവർക്കോ, മോഡേൺ സയൻസിനെ ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് അവരിപ്പോൾ മാറ്ററെന്നോ അല്ലെങ്കിൽ എനർജിന്നോ എന്ത് പറഞ്ഞാലും ശരി, ആത്യന്തികമായി ഉള്ളത് എന്തോ അത് പിന്നീട് പരിണമിച്ചതായി, ഇതിനും പരിണാമം സംഭവിക്കും എന്ന് പറയുന്ന അവരുടെ ശാസ്ത്രം, സയൻസ്, അതും ഇതിലൂടെ തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. അതായത് നമ്മുടെ ഋഷീശ്വരന്മാര്, മുനീശ്വരന്മാര്, യോഗികളൊക്കെ, താന്ത്രിക ഗുരുക്കന്മാരൊക്കെ ആവിഷ്കരിച്ച ഈ പദ്ധതി കേവലം ഒരു വിശ്വാസമല്ല, വലിയൊരു സയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ശ്രീചക്രം നമുക്ക് ഒരേ സമയം പരാശക്തിയുടെ ശരീരമാണ്, ആ പ്രപഞ്ചത്തിന് ആധാരമായി വർത്തിക്കുന്ന അതെന്തോ അതിനെ അറിയാനുള്ള ഒരു ശാസ്ത്രീയ പദ്ധതിയുമാണ്. അതുകൊണ്ട് തന്നെ ശ്രീചക്രം പൂജിക്കുമ്പോൾ, നമ്മളൊരു ശ്രീചക്രം, നമ്മൾ ലളിതാസനം പാരായണം ചെയ്യുന്നവർ അല്ലെങ്കിൽ ശ്രീവിദ്യാ സാധന അനുഷ്ഠിക്കുന്നവരോ ഒക്കെ ശ്രീചക്രം പൂജിക്കുമ്പോൾ, ഇനി നമ്മൾ ശ്രീചക്രം പൂജിക്കുമ്പോൾ തന്നെ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് നേട്ടമാണ് അവിടെ ഉണ്ടാകുന്നത്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പരബ്രഹ്മം മുതൽ ഈ സൃഷ്ടി, നമ്മൾ വരെ ഉൾക്കൊണ്ടിരിക്കുന്ന ഈ സൃഷ്ടി ആണ് ശ്രീചക്രം എന്ന് പറയുമ്പോൾ, ശ്രീചക്രത്തിൽ പൂജിക്കുമ്പോൾ മറ്റു പൂജകൾ പോലെയല്ല. ശ്രീചക്രം പൂജിക്കുമ്പോൾ ആ പരബ്രഹ്മം, പരമേശ്വരം, ആ ശിവം തൊട്ടിട്ട് നമ്മൾ വരെ എല്ലാ ഈ പ്രപഞ്ചത്തെ മുഴുവൻ പൂജിക്കുന്നതിന് തുല്യമാണ് ഒരു ശ്രീചക്ര പൂജ. അതുകൊണ്ട് തന്നെയാണ് ലളിതാ സഹസ്രനാമം മഹായാഗ ക്രമാരാധ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. മഹായാഗം നടക്കുന്നുണ്ട്, ഈ പ്രപഞ്ചം മുഴുവൻ
നമ്മൾ ആരാധിക്കുകയാണ്, അതിൻ്റെ ഭാഗമായിട്ട് യജ്ഞം നടത്തുകയാണ്. അതുകൊണ്ടാണ് മഹായാഗം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ നമ്മൾ പൂജിക്കുന്നതിന് തുല്യമാണ് ഒരു ശ്രീചക്രം പൂജിക്കുമ്പോൾ. പിന്നെ കൂടാതെയോ പരാശക്തി എന്ന 64 ലക്ഷം കോടി യോഗിനികളോട് കൂടിയിട്ട് ആ ഒരു ചിന്താമണി ഗൃഹത്തിൽ, അല്ലേ, ആ ഒരു ഭഗവതിയുടെ ദേവിയുടെ പരാശക്തിയുടെ ആ ഗൃഹത്തിൽ, പരമേശ്വരനാകുന്ന ഫലകത്തിൽ ബ്രഹ്മവിഷ്ണു രുദ്രൻ ഈശാൻ ഈശ്വരൻ എന്നൊക്കെ തുടങ്ങുന്ന ആ ഒരു പീഠത്തിന്റെ ആ ഒരു ശയ്യയുടെ കാലുകൾ, ലക്ഷ്മിയും സരസ്വതിയും വെഞ്ചാമരം വിശ, അങ്ങനെ 64 ലക്ഷം കോടി ദേവതകളാൽ ചുറ്റുമിരിക്കുന്ന ആ പരാശക്തിയെ കൂടി പൂജിക്കുന്ന പ്രക്രിയയാണ് ശ്രീചക്ര പൂജ. അപ്പൊ അത്തരത്തിൽ വിശാലമായിരിക്കുന്ന എല്ലാ ദേവീദേവന്മാരും ഒരുമിച്ച് പൂജിക്കാൻ പറ്റുന്ന, അതിൻ്റെയൊക്കെ ഗുണം ലഭിക്കുന്ന വലിയൊരു പൂജാ പദ്ധതിയാണ് ശ്രീചക്ര പൂജ. അങ്ങനെയുള്ള ശ്രീചക്രം നമ്മൾ ഇതിനെയൊക്കെ പൂജിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ ശ്രീചക്രത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രീചക്രത്തെ നോക്കിക്കാണുമ്പോൾ ശ്രീചക്രത്തിന് 9 ആവരണങ്ങൾ, ലെയേഴ്സ് ഉണ്ടെന്ന് പറയാം. ആവരണ ലെയേഴ്സ് 9 ലെയറുകളാണ്. ആ പറയുന്ന, നമ്മൾ ആദ്യം പറഞ്ഞു പരമേശ്വരൻ പരബ്രഹ്മം എന്നൊക്കെ പറയണ്ടായി. ആ പരബ്രഹ്മമാകുന്ന ആ അവസ്ഥ എന്തോ ആത്യന്തികമായി ആ ഒരു ആനന്ദമായിരിക്കുന്ന, ബ്രഹ്മത്തിന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഈ കാണായ പ്രപഞ്ചം വരെ എത്തി നിൽക്കുന്ന ആ സൃഷ്ടി 9 ലെയറുകളായിട്ടാണ് ശ്രീചക്രത്തിൽ അടുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീചക്രത്തിന് പറയാ നവചക്ര രൂപം ശ്രീചക്രം എന്നാണ് പറയാ. ഭാവനോപനിഷത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ ഒരു സൂത്രം പറഞ്ഞു വെച്ചിട്ടുണ്ട്, നവചക്ര രൂപം ശ്രീചക്രം എന്നിട്ട്. അതുപോലെ തന്നെ ദേഹോ നവരന്ധ്ര രൂപ, ഇങ്ങനെയും പറഞ്ഞു, ദേഹോ നവരന്ധ്ര രൂപ. നമ്മുടെ ഈ ശരീരം, പ്രപഞ്ചത്തിന്റെ ശരീരമാകട്ടെ നമ്മുടെ പ്രപഞ്ചം തന്നെയാണ് നമ്മളെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളാവട്ടെ പ്രപഞ്ചമാവട്ടെ, അതിലാണ് നവരന്ധ്ര രൂപം. നമ്മുടെ ശരീരവും പ്രപഞ്ചവും ശ്രീചക്രമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ 9 ലെയറുകളുള്ള ഈ ശ്രീചക്രത്തിൽ, ആ ബിന്ദു തുടങ്ങിയിട്ട് വരുന്ന ഈ ശ്രീചക്രത്തിൽ, ഭൂപരം വരെ എത്തി നിൽക്കുന്ന ശ്രീചക്രത്തിൽ 9 ആവരണങ്ങളുണ്ട്. ആ 9 ആവരണങ്ങളെ 9 ചക്രങ്ങളായിട്ടാണ് പറയാ. 9 ശ്രീചക്ര, ഇപ്പൊ നമ്മള് യന്ത്രങ്ങൾ പറയില്ല, അപ്പൊ 9 യന്ത്രങ്ങളെ കൊണ്ട് തന്നെയാണ് അടുക്കി വെച്ചിരിക്കുന്നത്. ഓരോ ആവരണത്തിലും അതിൻ്റെതായ ദേവതകളും ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ശ്രീചക്രത്തില് അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പൂജ നടക്കുന്ന സമയത്ത് പ്രധാന ദേവതയെ നമ്മൾ ആവാഹിക്കും. അപ്പൊ ലളിതാ പരമേശ്വരി നമ്മൾ ആവാഹിക്കും. അപ്പൊ അമ്മ കൂടാതെ ശ്രീചക്രത്തിൽ കാമേശ്വരി മുതൽ ലളിതാ മഹാനിത്യ വരെയുള്ള 16 നിത്യകൾ, നമ്മൾ തിഥികളൊക്കെ പറയുമ്പോൾ അല്ലേ, പ്രഥമാതിഥിയാന്നൊക്കെ പറഞ്ഞിട്ട് അമാവാസി പൗർണമിയൊക്കെ എണ്ണുമ്പോൾ 16 ദിവസങ്ങളൊക്കെ വരാറുണ്ട്. ഈ ദിവസത്തിലൊക്കെ എന്താ പ്രത്യേകത? ഈ ദിവസമൊക്കെ ഓരോ ദേവികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ഓരോ ദേവികളെയും പൂജിക്കുമ്പോൾ ഓരോരോ ഗുണങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ആ ഗുണങ്ങളൊക്കെ ശ്രീചക്രം പൂജിക്കുമ്പോൾ നമുക്ക് നിത്യം ശ്രീചക്ര പൂജനം, നിത്യോത്സവമാണ് ശ്രീചക്ര പൂജ. നിത്യോത്സവം എന്ന് പറഞ്ഞാൽ നിത്യോത്സവം തന്നെ, നിത്യം നമ്മളെ വീട്ടിൽ നടക്കുന്ന ഒരു പൂരം. ഗൃഹാണ മമ സിദ്ധയെ, വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ആരാധിച്ച് സിദ്ധി വരുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് നിത്യം നമ്മൾ ശ്രീചക്രം പൂജിക്കുമ്പോൾ ഒരു ഉത്സവം തന്നെ നടക്കുന്നുണ്ട്. ആ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ഈ പറയപ്പെടുന്ന 16 നിത്യകളെ നമ്മൾ പൂജിക്കുമ്പോൾ നിത്യകളുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടായി വരും. പിന്നെ കൂടാതെ ശ്രീചക്രത്തിൽ അതുപോലെ തന്നെയാണ് ആ മധ്യത്തിൽ കാണുന്ന ത്രികോണത്തിന് മുൻപായിട്ട് മുകളിലായിട്ട് നമുക്ക് 3 വരകളിലൂടെ നമ്മൾ പൂജിക്കുക. മാനൗകം, സിദ്ധൗകം, ദിവ്യൗകം എന്ന് പറഞ്ഞിട്ടുള്ള ഗുരു പരമ്പരകളെയാണ്. സ്വഗുരു, പരമഗുരു, പരമേഷ്ടി ഗുരു എന്ന് പറയുന്ന ആ ഘട്ടം മാനൗകം, സിദ്ധൗകം, ദിവ്യൗകം എന്ന് പറഞ്ഞൊരു ഗുരു പരമ്പരയുണ്ട്. ഗുരു പരമ്പരയുടെ ഭാഗമായി കൊണ്ട് മാത്രമേ ശ്രീചക്രം പൂജിക്കാൻ പറ്റുള്ളൂ നമ്മൾ മുൻ പറഞ്ഞു. അത് ഇതുകൊണ്ടാണ് ഈ പറയുന്ന ഗുരു പരമ്പരകളെ, ഈ മാനൗകം, സിദ്ധൗകം, ദിവ്യൗകം എന്ന് പറയുന്ന ഗുരു പരമ്പരകളെ പൂജിച്ചതിന് ശേഷമാണ് നമ്മൾ ദേവിയുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് ആവരണങ്ങളെ, പക്ഷെ 9 ആവരണങ്ങളെ, 9 ചക്രങ്ങളെ നമ്മൾ പൂജിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ ആ 9 ചക്രങ്ങളിൽ ഒക്കെ ഓരോ ചക്രങ്ങളിലും വ്യത്യസ്തങ്ങളായിരിക്കുന്ന ദേവിമാരും ദേവന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും പുറത്തെ ആഭരണം, അതായത് ഒരു ചതുരായിട്ടാണ് കാണും. 4 ഭാഗം ഓപ്പൺ ആയിട്ടുള്ളതാണ് സാധാരണ കാണാൻ പറ്റുക. ഈ ഓപ്പൺ അല്ലാത്തതുമുണ്ട്. നമ്മൾ വ്യക്തിഗതമായിട്ട് നമ്മൾ ഉപാസിക്കുന്ന സമയത്ത് ചില സാധകർ ഈ പറയുന്ന ത്രൈലോക്യ മോഹന ചക്രത്തിന്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തിലല്ല, അത് ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ അത്തരം ആളുകൾ അത് ഉപാസിക്കാറ്. എന്നാൽ ഒരു ലോകർക്ക് വേണ്ടി ആരാധിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമഷ്ടിയായിട്ടൊക്കെ ആരാധിക്കപ്പെടുമ്പോൾ അത് ഓപ്പൺ ആയിട്ടിരിക്കും. അപ്പൊ എന്താണ്, 4 വാതിലുകൾ തുറന്നിരിക്കുകയാണ് 4 ദിക്കിലേക്ക്. ആ ത്രൈലോക്യ മോഹന ചക്രം ഒരു 3 ചതുരങ്ങളായിരിക്കും. ശ്രീചക്രം കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അറിയാൻ പറ്റും. 3 ചതുരങ്ങളാണ് ആ ശ്രീചക്രത്തിലുള്ളത്.
ആ 3 ചതുരങ്ങളിൽ അത് കൃത്യമായിട്ടും വെള്ള, ചുവപ്പ്, മഞ്ഞ എന്ന നിറങ്ങളിലാണ് അതിന്റെ ആ വരകൾ ഉണ്ടായിരിക്കുക. ഇതിനെയാണ് നമ്മൾ ഈ അറിയുന്ന 3 ആ വരകളോട് ചേർന്ന ആ ഭാഗത്ത്, ആ ചതുരശ്രമായിരിക്കുന്ന ആ ഭാഗത്തെ ശ്രീചക്രത്തിൽ ഭൂപുരം എന്നാണ് വിളിക്കുക. ഈ ഭൂപുരത്തിൽ ഏറ്റവും പുറത്ത് കാണുന്ന ആവരണത്തിലാണ് അണിമ, ലഘിമ തുടങ്ങുന്ന സിദ്ധികൾ. 10 സിദ്ധി ദേവതകൾ ഉള്ളത് ഈ പുറത്തെ ആവരണത്തിലാണ്. അകത്ത് അതിനു വേണ്ടി ബ്രാഹ്മി, മഹേശ്വരി തുടങ്ങുന്ന ശക്തികൾ, അഷ്ടമാതൃക്കള് അതിൻ്റെ അകത്തെ ആ ഒരു ചതുരത്തിലാണ് വരുന്നത്. അതുകൂടാതെ തന്നെ ആ പറയുന്ന ശക്തികളുടേതായിരിക്കുന്ന ഭൈരവന്മാരും അവരോടൊപ്പം തന്നെ അതിൽ അധിവസിക്കുന്നുണ്ട്. കൂടാതെ അതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ വീണ്ടും 10 ദേവതകള് മൂന്നാമത്തെ ഉള്ളത്തെ ആ ലെയറിൽ ആ ഒരു ചതുരത്തിൽ വരുന്നുണ്ട്. അത് ശ്രീചക്ര ഉപാസന പ്രത്യേകിച്ച് പ്രധാനമായിട്ടില്ലേ ദശമുദ്ര സമാരാധ്യ എന്ന് നമ്മൾ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും വായിക്കാറുണ്ട്. ദശമുദ്ര സമാരാധ്യ, ദശമുദ്രകളാൽ ആരാധിക്കപ്പെടുന്നവളാണ്. ആ ദശമുദ്ര ശക്തികൾ, ആ ദേവികളും നമ്മൾ ഈ പറയപ്പെടുന്ന മൂന്നാമത്തെ ലെയറിലാണ്, അല്ലെങ്കിൽ ആ ഒരു ചതുരത്തിലാണ് ഈ പറയുന്ന മൂന്നാമത്തെ ലെയറിലാണ് ഈ പറയപ്പെടുന്ന നമ്മുടെ മുദ്രാ ദേവതകൾ വരുന്നത്. ഇങ്ങനെ ടോട്ടൽ ഈ പറയുന്ന പുറത്തെ 10ഉം അകത്തെ 8ഉം പിന്നെയുള്ള അകത്തെ 10ഉം ചേർത്ത് 28 ദേവതകളാണ് ഭൂപുരത്തിൽ വരുന്നത്. ഭൂപുരത്രയം എന്നാ പറയും. ഭൂപുരത്രയത്തിൽ വരുന്നത് 28 മൂർത്തികളാണ്. നമ്മളൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചരട് കെട്ടില്ലേ? സാധാരണ വൈദികമായതിനൊന്നും അത് പറഞ്ഞു കേൾക്കില്ല. പക്ഷെ ബാക്കി സാധാരണ ഒത്തിരി ആളുകൾ, ഭൂരിപക്ഷ ഹൈന്ദവരും നമ്മളിപ്പോൾ കേരളീയരെയൊക്കെ സംബന്ധിച്ച് നമ്മൾ നൂലുകെട്ട് നടത്താറുണ്ട്. നൂലുകെട്ട് 28 പിറന്നാളായിട്ടാണ് നടത്തുക. ഈ 28 പിറന്നാളിന്റെ പ്രത്യേകത എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എന്തിനാ 28 പിറന്നാളായിട്ട് വെറുതെ 28 ആഘോഷിക്കുകയാണ്? നക്ഷത്രം തികഞ്ഞു എന്നുള്ളത് മാത്രമല്ല, അവിടെ ബാഹ്യാവരണം പൂർത്തീകരിക്കുകയാണ് കേട്ടോ. ആ ബാഹ്യാവരണത്തിന്റെ പൂർത്തീകരണം കൂടിയാണ് 28. പിന്നെ കൂടാതെ ശ്രീവിദ്യയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആരംഭദീക്ഷയായിട്ട് മഹാഗണപതി മന്ത്രദീക്ഷയോട് കൂടിയിട്ടാണ് ആരംഭിക്കുക. മഹാഗണപതി മന്ത്രാക്ഷരങ്ങൾ 28 ആണ്. എന്താണ് ആരംഭം കുറിക്കുമ്പോൾ ആ ബാഹ്യമായിരിക്കുന്ന ആവരണങ്ങളിൽ ഭൂപുരത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്ന് കൂടിയ നടത്തേണ്ട. ഭൂപുരം ചതുരശ്രമാണ്, ഗണപതിയുടെ ആധാരം ചതുരശ്രമാണ്. അപ്പൊ അത് പൃഥ്വി തത്വമാണ് കേട്ടോ, അത് ഭൂമി തത്വമാണ്. ഇതിനെക്കുറിച്ച് ഇപ്പോൾ തത്വത്തെക്കുറിച്ചോ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ എല്ലാ ദേവികളുടെയും ദേവന്മാരുടെയും പേര് ഇവിടെ പറഞ്ഞില്ല ഭൂപുരത്രയത്തിലെ. അതിന് കാരണം നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഈ ദേവന്മാരുടെയൊക്കെ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി ശ്രമിക്കാം. ഇനി അടുത്തത് ഈ ഭൂപുരത്രയം കഴിഞ്ഞാൽ പിന്നെ അടുത്താണ് സർവശാ പരിപൂരക ചക്രം എന്നാണ് പറയുക. അത് ഒരു 16 ഇതളുകളോട് കൂടിയിട്ടാണ് ഈ സർവശാ പരിപൂരക ചക്രം ഉള്ളത്. ഈ 16 ദളങ്ങളെ അതിനുള്ളിലെ ദേവതകളെയൊക്കെ നമുക്ക് പഠിക്കാം. കൂടെ നമ്മൾ നമ്മളിപ്പോൾ സാധാരണക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ ദയിപ്പിച്ചു കഴിഞ്ഞാലൊക്കെ നമ്മൾ ഒരു 10 ദിവസം കഴിഞ്ഞ് 11ാം ദിവസം പുലവിടുന്ന രീതിയുണ്ട്. അല്ലാതെ ഭൂരിപക്ഷ ഹൈന്ദവർ അടക്കം ഇത്തരം പദ്ധതിക്കാരൊക്കെ 16 ദിവസമാണ് സാധാരണ പുലാചരിക്കുക. എന്താ 16 ദിവസം? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ബാഹ്യമായത് 28 അവിടെ കഴിഞ്ഞു അല്ലേ? അപ്പൊ നമ്മൾ ഈ 28 പിറന്നാളിന്റെ ഭാഗം പറഞ്ഞു. 16 നേരെ നമ്മൾ ഈ 16 ആകുന്നത് ചന്ദ്രന്റെയൊക്കെ കലകളാണ്. അപ്പൊ 16ലേക്ക് ലയിക്കുന്ന ഒരു അവസ്ഥയാണ് മറ്റു കാര്യങ്ങൾ, മറ്റു ദേവതകളെ കൂടി അറിയുമ്പോൾ അതിന്റെ പരിപൂർണത മനസ്സിലാവും. അപ്പൊ 16 നമ്മുടെ സംഖ്യ പലപ്പോഴും എടുക്കുന്നത്, സാധാരണക്കാരെടുക്കുന്നത് വെറുതെയാണെന്ന് കരുതില്ല. നമ്മുടെ പൂർവികരൊക്കെ കൃത്യമായി തന്ത്രപദ്ധതിയെ അറിയുന്നവരായിരുന്നു. അപ്പൊ ആ തന്ത്രപദ്ധതിയെ അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഓരോ ദിവസങ്ങളും കേവല എണ്ണ അല്ല. അപ്പൊ ഓണം 10 ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്തം 10 അല്ലേ, പൊന്നോണം, അന്ന് വെളുപ്പം തിരുവോണം എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പൊ അതൊന്നും വെറുതെ അല്ല. ഓരോ ദിവസവും നമ്മൾ കണക്കാക്കിയത് താന്ത്രിക പദ്ധതിയോട് കൂടിയിട്ടാണ്. വൈദികമാണ് നമ്മൾ വേണില്ല, താന്ത്രികമാണ്. അപ്പൊ നമ്മളെല്ലാവരും തന്ത്രശാസ്ത്രത്തെ കൈകാര്യം ചെയ്തവരാണ്. തന്ത്രം നമ്മുടെ വേദപാരമ്പര്യം, ശ്രുതി പാരമ്പര്യം തന്ത്രമാണ്. അപ്പൊ നമ്മളെല്ലാവരും തന്നെ അറിവുള്ള പരമ്പരയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ശ്രീചക്ര ആയാലും ശ്രീവിദ്യ ആയാലും ആർക്കും നിഷിദ്ധമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കുള്ളതല്ല, അതിനത്ര ചോദിച്ചത് ഇതൊന്നുമില്ല. എല്ലാവരും അമ്മ പെറ്റ മക്കളാണ്. എല്ലാവരും പരാശക്തിയുടെ പുത്രന്മാരും പുത്രിമാരും ആകുമ്പോൾ എല്ലാവർക്കും അവകാശം ഉണ്ടേ പറയാൻ. കാരണം പരമ്പരാഗത അവകാശം തന്നെയാണ്. അതിനൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് സ്വയം അറിയാം നമ്മളെല്ലാവരും ഉത്കൃഷ്ടരാണ്. നമ്മുടെ പരമ്പര, നമ്മുടെ അച്ഛനമ്മ എല്ലാവരും, കുടുംബം, കുലം, ഗോത്രം, സമുദായം എല്ലാം ഉത്കൃഷ്ടമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. സനാതന ധർമ്മത്തിന്റെ വീക്ഷണത്തിൽ ആരും പതിതന്മാരില്ല, ഉണ്ടാകാനും പാടില്ല. ആ ഉണ്ടാകരുത് ഇനി ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ടാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇനി ആർക്കെങ്കിലും അറിവില്ലായ്മ ഉണ്ടെങ്കിൽ എന്ത് വേണം? അറിവിനെ സ്വീകരിച്ചാൽ മാറും. അതിനാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇനി മൂന്നാമത്തെ ആവരണമാണ് സർവസംക്ഷോഭണ ചക്രം. ഈ സർവസംക്ഷോഭണ ചക്രം എന്ന് പറഞ്ഞാൽ ഈ 16 ദളങ്ങളുടെ ഉള്ളിൽ 8
ദളങ്ങളായിട്ട്, 8 ദളം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇതളുകളായിട്ടോ പറയണേ. അപ്പോൾ 8 ദളങ്ങളോട് കൂടിയിട്ടാണ് സർവ്വ സംക്ഷോഭണ ചക്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഒരു ആദ്യ ചക്രത്തെ ഭൂപുരത്തിൽ, ആ ഭൂപുരത്തിൽ ത്രൈലോക്യ മോഹന ചക്രത്തിൽ നമ്മൾ പൂജിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് പറയുക, നമുക്ക് ബാഹ്യമായിട്ടുള്ള ഒത്തിരി സിദ്ധികൾ നമുക്ക് ഉണ്ടായി വരും. അതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണാം, അത് ഗുണമായിട്ട് നമുക്ക് വരും. ആ സിദ്ധി ദേവതകളിലേക്ക് അനുഗ്രഹം നമുക്ക് ഉണ്ടായിട്ട് അതിന്റെ ഗുണം ഉണ്ടാവും. ഇനി നമ്മൾ നേരെ സർവശാല പരിപൂരക ചക്രത്തിലാവുമ്പോൾ എന്തായി, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് വരും. ഇനി സർവ്വ സംക്ഷോഭണ ചക്രമാണെങ്കിലോ നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമുക്കൊരു തളർച്ചയോ അല്ലെങ്കിൽ ഒരു ഉന്മേഷക്കുറവൊക്കെ ഉണ്ടെങ്കിൽ സർവ്വ സംക്ഷോഭണ ചക്രത്തിലൊക്കെ പൂജിക്കപ്പെടുന്ന നേരത്ത് അവിടെ 8 ദളങ്ങളിൽ 8 ദേവതകൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ ദേവതകളുടെ അനുഗ്രഹത്തോട് കൂട്ടി എന്താ നമ്മൾ ഉന്മേഷപരിതമാകുമ്പോൾ നമ്മുടെ ആ ഒരു കർമ്മബന്ധാവ് നമ്മൾ കൃത്യമായി മുന്നോട്ട് ശക്തമായി മുന്നോട്ട് നയിക്കുകയും ചെയ്തു. ഇപ്പൊ വിഷാദയോഗത്തിലിരിക്കുന്ന അർജുനനെ പോലെയാണെങ്കിൽ പോലും നമ്മൾ ഭഗവാൻ കൃഷ്ണൻ നയിക്കുന്നത് പോലെ നമ്മൾ മുന്നോട്ട് പോകും. ഈ പറയുന്ന ആ ഒരു ചക്രങ്ങൾക്കെല്ലാം ഇത് മാത്രമല്ല, പറയപ്പെടുന്ന ദളങ്ങളിലുള്ള ദേവതകൾ മാത്രമല്ല, നടുക്ക്, ഓരോ ചക്രത്തിനും നടുക്ക് അതിനൊക്കെ അധിഷ്ഠാനമായിരിക്കുന്ന ദേവതയുണ്ട്. കൂടാതെ അതിനൊക്കെ ഈ മുദ്രാദേവതകളും മുദ്രകളും അതിനുണ്ട്. ഇത് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിൽ പറയുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ പറയാത്തത് കേട്ടോ. ഇനി മൂന്നാമത്തെ കഴിഞ്ഞാലോ, സർവ്വ സൗഭാഗ്യദായക ചക്രം. പേര് പോലെ തന്നെയാണ് ഈ ഒരു ആധാരത്തിൽ, ഈ ചക്രം പൂജിക്കപ്പെടുമ്പോൾ നമുക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ദേവി നമ്മളിലേക്ക് എത്തിക്കും. ആ ഒരു സർവ്വ സൗഭാഗ്യദായ ചക്രം എന്ന് പറഞ്ഞാൽ 14 കോണുകൾ. അപ്പം നമ്മൾ 16 ദളം കഴിഞ്ഞു, 8 ദളം കഴിഞ്ഞു, ഉള്ളിലേക്ക് വരുമ്പോൾ 14 കോണുകൾ കാണും ശ്രീചക്രത്തിൽ. അപ്പൊ 14 കോണുകൾ കണ്ടാൽ ഇതിന്റെ പേര് ഇനി അറിയണം. അത് ഇനി ഒരിക്കലും നമ്മൾ സനാതനികൾ അറിയില്ല എന്ന് പറഞ്ഞത് ചേന അങ്ങോട്ട് നമ്മൾ നാമം ജപിക്കുമ്പോൾ, സന്ധ്യാനേരത്ത് നാമം ജപിക്കുമ്പോഴൊക്കെ ഈ ശ്രീവിദ്യയോടും ആ പരാശക്തിയോടും ലളിതാ സഹസ്രനാമത്തിനോടൊക്കെ താല്പര്യമുള്ളവർ എന്തായാലും ഈ പറയുന്ന 9 ആവരണങ്ങളുടെ ആ പേരുകളൊന്ന് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. നിത്യേന പറഞ്ഞാൽ മതി. നമ്മൾ കുട്ടികള് മനക്കണക്ക് പറഞ്ഞ പോലെ പറഞ്ഞ് പഠിക്കുക. അച്യുതായ എന്തായ നമ്മൾ മന്ത്രം ജപിക്കുന്ന പോലെ പറഞ്ഞു പഠിക്കുക. അപ്പൊ 4ാമത്തെ ആവരണം സർവ്വ സൗഭാഗ്യദായക ചക്രം. അതിങ്ങനെ പറഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ ആ ദേവതകളുടെ അനുഗ്രഹം ഉണ്ടാവും. അവിടെ 14 കോണുകളാണ്. 14 കോണുകളിൽ 14 ദേവിമാർ ഇരിക്കുന്നുണ്ട്. കൂടാതെ നടുക്ക് അതിന്റെ ആധാരമൂർത്തിയായി വർത്തിക്കുന്ന ചക്രദേവതയുണ്ട്. കൂടാതെ അതിനും തന്നെ ഒരു മുദ്രാശക്തിയും മുദ്രയും ഉണ്ട്. അത് മനസ്സിലാക്കുക. ഇനിയാണ് 5ാമത്തെ ആവരണം. 5ാമത്തെ ആവരണം എന്ന് പറഞ്ഞാൽ സർവാർത്ഥ സാധക ചക്രം എന്നാ പറയുക. അത് ഈ പറയുന്ന 14 കോണുകൾക്കുള്ളിലാണ്. അതിന് നമ്മൾ പറയുക എന്താ വെച്ചാല് ബഹിർദശാരം എന്നാ പറയാം. പുറത്തുള്ള 10 കോണുകൾ. ഈ പുറത്തുള്ള 10 കോണുകളിൽ 10 ദേവിമാരിയ്ക്കുന്നുണ്ട്. ആ ദേവിമാരെ പൂജിക്കുന്ന സമയത്ത് എന്താണ്, നമുക്ക് എന്താണ് നമ്മുടെ അർത്ഥം, അല്ലെ, ധർമ്മ അർത്ഥ കാമോഷണ അർത്ഥം. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ധനം മറ്റുള്ള കാര്യങ്ങളൊക്കെ ദേവി നമ്മുടെ അനുഗ്രഹത്തോടുകൂടി നമുക്ക് എത്തിച്ചു തരും. അപ്പോൾ ആ ഒരു പരിപൂർണം നമുക്ക് ഈ പറയുന്ന ഈ ചക്രത്തിൽ പൂജിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവും. കൂടാതെ ചക്രത്തിന്റെ പുറത്തുള്ള 10 ദേവതകൾ മാത്രമല്ല, നടുക്ക് അതിന്റെ ദേവി ഉണ്ടായിരിക്കും, ചക്രദേവത ഉണ്ടായിരിക്കും, ആധാരമൂർത്തി ഉണ്ടായിരിക്കും. പിന്നെ കൂടാതെ മുദ്രയും ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അടുത്താണ് 6ാമത്തെ സർവരക്ഷാകര ചക്രം. സർവരക്ഷാകര ചക്രം ഈ പറയപ്പെടുന്ന ബാഹ്യമായിരിക്കുന്ന 10 കോണുകൾക്കുള്ളിൽ വരുന്ന 10 കോണുകളാവുക തന്നെ അന്തർദശാരം എന്ന് പറയാം. അന്തർ എന്ന് പറഞ്ഞാൽ അകത്ത് എന്നുള്ള അർത്ഥമാണ്. ഇപ്പൊ അകത്തുള്ള 10 കോണുകൾ. ഈ 10 കോണുകളിലും 10 ദേവിമാരിയ്ക്കുന്നുണ്ട്. നടുക്കി ദേവിമാരെ എക്കപ്പാടെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു ശക്തി ഇരിക്കുന്നുണ്ട്, ദേവി ഇരിക്കുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ഒരു മുദ്രയും ഉണ്ട്. ഈ ഒരു ആധാരത്തെ, ഈ ഒരു ചക്രത്തെ നമ്മൾ പൂജിക്കുമ്പോൾ നമുക്ക് രക്ഷ. നമ്മൾ സ്വതവേ ആളുകളൊക്കെ കാണാൻ വന്നിട്ട് ഒരു ശത്രുദോഷമാണ്, അല്ലെങ്കിൽ ജീവിത പരാജയമാണ്, അതുപോലെ തന്നെ നമ്മളുടെ ബിസിനസ് പരാജയമാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് ഭയപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ വ്യക്തിപരമാണ്, ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണല്ലേ. അതിപ്പോ നമ്മുടെ വിഷമം മറ്റുള്ളവരോട് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളുന്നില്ല. അങ്ങനെയുള്ള വിഷമങ്ങളുള്ള ആളുകൾ പലപ്പോഴും പല പരിഹാരവും ചെയ്ത് നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ തന്നെ വരാണ്ട് അവർക്കെന്ന് വെച്ചാൽ ഇതൊന്നും കഴിയാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇതൊന്നും മാറിപ്പോകില്ല. നമുക്ക് ഈ പറയുന്ന ഒരുപാട് വിഷമങ്ങൾ, ഇപ്പൊ നമുക്ക് ജ്യോതിഷപ്രകാരമാണെങ്കിൽ തന്നെ ഗ്രഹങ്ങളുടെയും ദശകളുടെയും ഒക്കെ ഓരോ കാലത്തുണ്ടാകുന്നതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാവില്ലേ. അപ്പൊ ഇതിനൊക്കെ എന്നും പരിഹാരം ചെയ്യാന്ന് പറഞ്ഞ് നമ്മളുടെ വരുമാനത്തിന്റെ വലിയൊരു പങ്ക് നമുക്ക് അതിന് മാറ്റി വെക്കേണ്ടി വരും. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് വലിയ ബുദ്ധിമുട്ട്, നമുക്ക് ജീവിത വിജയം കാണാൻ പറ്റില്ല. അപ്പൊ അത്തരം ആളുകളെ സംബന്ധിച്ചപ്പോൾ നമ്മൾ ഈ ശ്രീചക്ര നിത്യേനെ പൂജിക്കുകയാണെങ്കിൽ, സർവ്വരക്ഷാകര ചക്രത്തിൽ പൂജിക്കുന്ന സമയത്ത് അവിടുത്തെ ആ 10 കോണുകളിലുള്ള ആ ദേവിമാരുടെ അനുഗ്രഹത്തോടുള്ള നമുക്കൊരു രക്ഷാകവചം, നമ്മളൊരു അസ്ത്രം തൊടുത്ത പോലെയാണ്, അസ്ത്രരക്ഷയൊക്കെ ചെയ്യുന്ന പോലെയാണ്. നമുക്ക് ഈ നാനാ ദിക്കിൽ നിന്നും 10 ദിക്കിൽ നിന്നും എന്താണ് രക്ഷ ചൊരിയുന്ന പരാശക്തിക്ക് നമുക്ക് രക്ഷ ചൊരിയും. ഈ ശക്തികളെ കൊണ്ട്, യോഗിനികളെ കൊണ്ട് നമുക്ക് രക്ഷ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മറ്റുള്ളൊരു സഹായവും ഇല്ലാണ്ട് തന്നെ നമുക്ക് സ്വയം ദേവി രക്ഷ നൽകും ഈ സർവ്വരക്ഷാകര ചക്രത്തിൽ പൂജിക്കുമ്പോൾ. അപ്പൊ 6ാമത്തെ ആവരണമായിട്ട് സർവ്വരക്ഷാകര ചക്ര പറഞ്ഞതിന്റെ ഗുണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 7ാമത്തെയാണ് സർവ്വരോഗഹര ചക്രം. സർവ്വരോഗഹര ചക്രം നിത്യേന പൂജിക്കുമ്പോൾ നമുക്ക് ഈ വലിയ വലിയ മാറാ രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്നുള്ള ആ ഒരു ആപത്ത് നമ്മളെ തടയാൻ ദേവി നമ്മളെ അനുഗ്രഹിക്കും. കാരണം സർവ്വരോഗ
സർവ്വരോഗഹര ചക്രം. സർവ്വരോഗഹര ചക്രം എന്ന് പറഞ്ഞാൽ അതിൽ അകത്ത് ഈ പറയുന്ന അകത്തെ 10 കോണുകളുടെ ഉള്ളിൽ വരുന്നത് 8 കോണുകളാണ്. ആ 8 കോണുകളോട് കൂടിയിരിക്കുന്ന ചക്രത്തെയാണ് സർവ്വരോഗഹര ചക്രം എന്ന് പറയുന്നത്. സർവ്വരോഗഹര ചക്രം പൂജിക്കുമ്പോഴാണ് പറഞ്ഞാൽ രോഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും, രോഗങ്ങൾ വരാതെ സംരക്ഷിക്കും എന്ന് കരുതി നമുക്ക് രോഗം ഉണ്ട് എന്ന് കരുതാം. രോഗം ഉണ്ട് എന്നിട്ട് മരുന്ന് കഴിക്കാതെ നമ്മൾ ഇതിന് പൂജിച്ചിട്ട് കാര്യമില്ല. ഔഷധയോർ മണേച്ച സുമന്ത്രഹ എന്നാണ് നമ്മളുടെ ഈ ധർമ്മം പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ മന്ത്രം ജപിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക പ്രാർത്ഥിച്ചത് കൊണ്ടോ എന്തെങ്കിലും പത്രം കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയൊന്നും വെള്ളം ഊതി കുടിച്ചുകൊണ്ട് അസുഖം മാറുന്നൊന്നും നമ്മുടെ ധർമ്മം പറഞ്ഞിട്ടില്ല. മരുന്നും മന്ത്രമൊന്നും പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ ധന്വന്തരി മൂർത്തിയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി എന്താണ് ഈശ്വരൻ തന്നെയാണ് ഔഷധമായി വർത്തിക്കുന്നത്. അതെങ്ങനെയാ കാളകൂട വിഷമ അതിന് ശേഷം വരുന്നല്ലേ. അപ്പൊ ആ ഒരു സംഭവം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഔഷധത്തിന്റെ പ്രാധാന്യം വരുന്നുണ്ട്. അപ്പൊ ഔഷധം സേവിക്കുന്നതിനൊപ്പം തന്നെ ഈ ഒരു ഈ ഒരു ചക്രത്തിൽ പൂജിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് നമുക്ക് രോഗങ്ങളൊക്കെ മാറി വരും. കൂടാതെ നിത്യം നമ്മൾ അത്തരത്തിൽ ഈ സർവ്വരോഗഹര ചക്രത്തെ 7ാമത്തെ ചക്രത്തെ നമ്മൾ ശ്രീചക്രത്തിൽ പൂജിക്കുന്നു എങ്കിൽ എന്താണ് മഹാരോഗങ്ങളും മഹാവ്യാധികളിൽ നിന്നും നമ്മളെ പരാശക്തി രക്ഷിച്ചുകൊണ്ടിരിക്കും. നമ്മളെ നമ്മുടെ കുടുംബത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കും. ഇൻഡിവിജ്വൽ ആകുമ്പോൾ ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് തന്നെ ഉണ്ട് ഗുണം കിട്ടുന്നു മനസ്സിലാക്കുക. ഇവിടെയും ആ ചക്രദേവതകൾ ഉണ്ടായിരിക്കും, അകത്ത് ദേവിയുണ്ട്, കൂടാതെ ചക്രത്തിനൊരു കൃത്യമായിട്ടൊരു മുദ്രയും മുദ്രാശക്തിയും ഒക്കെ ഉണ്ട്. അതും അവിടെ ആ ദേവിയുടെ സാന്നിധ്യമായിട്ട് നിൽക്കുന്നു. 8ാമത്തെയാണ് സർവ്വസിദ്ധിപ്രദ ചക്രം. നമ്മൾ ആദ്യത്തിൽ പറഞ്ഞത് നമ്മൾ ഭൂപുരത്തിൽ ത്രിലോക്യമോഹന ചക്രത്തിൽ പൂജിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് ബാഹ്യമായിട്ടുള്ള ഒരുപാട് സിദ്ധികൾ വന്നു ചേരുന്നതാണ്. എന്നാൽ ബാഹ്യമായ സിദ്ധികൾ മാത്രം മതിയോ പോരാ. നമുക്കൊരു ആത്മീയമായിട്ടുള്ള മുന്നേറ്റം സാധ്യമാണെങ്കിൽ ബാഹ്യമായിട്ട് മാത്രം പോരാ, ആന്തരികമായിട്ടുള്ള സിദ്ധികൾ സംഭവിക്കണം. ആന്തരികമായിട്ടുള്ള സിദ്ധികൾ സംഭവിക്കണമെങ്കിൽ ആന്തരികമായിട്ട് ദേവി നമ്മളെ അനുഗ്രഹിച്ചേ പറ്റുള്ളൂ. അവിടെയാണ് സർവ്വസിദ്ധിപ്രദ ചക്രം എന്ന് പറയുന്ന 8ാമത്തെ ചക്രത്തിൽ നമ്മൾ ആ ഒരു ദേവിമാരെ പൂജിക്കുമ്പോൾ ത്രികോണത്തിലാണ് 3 കോണുകളിലായിട്ടാണ് പൂജിക്കുന്നത്. 3 കോണുകളിൽ 3 ദേവിമാർ ഇരിക്കുന്നുണ്ട്. അവരെയാണ് ഭഗവാനിനെയൊക്കെ തുടങ്ങിയിട്ട് ദേവിമാരുണ്ട്. അപ്പോൾ ആ ദേവിമാരെ പൂജിക്കുന്ന നേരത്ത് നമുക്ക് എന്താണ് ആന്തരികമായ സിദ്ധികൾ വരും. കൂടാതെ തന്നെയാണ് ഈ ആദരവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് അവിടെ നമുക്ക് ദേവിയുടെ ആയുധങ്ങളെയൊക്കെ പൂജിക്കാനുണ്ട്. അത് പൂജാ പദ്ധതി അടുത്ത് നമ്മൾ ദേവിമാരെ അവിടെ ഓരോ ദേവിമാരെ എവിടേക്ക് എങ്ങനെയെന്ന് പറഞ്ഞ നേരത്തെ നമ്മൾ വിശദമായിട്ട് പറയുന്നതാണ്. എന്നാൽ അവിടെ ആ ദേവിമാരുടെ ആയുധങ്ങളെ ഇപ്പൊ പാശത്തെ ആവട്ടെ അങ്കുശത്തെ ആവട്ടെ അവിടെയൊക്കെ അശാരൂഢമായിട്ടും സമ്പൽക്കരിയൊക്കെ ആയിട്ടുള്ള ഓരോ ദേവിമാരുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ ആയുധമായിട്ട് നിൽക്കുന്നത്. ഇതിനെയൊക്കെ അതൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പൊ അതുകൂടി കടന്നിട്ട് തന്നെയാണ് ഈ സർവ്വസിദ്ധിപ്രദ ചക്രം വരുന്നത്. അപ്പൊ ആന്തരികമായിട്ടുള്ള സിദ്ധി ഉണ്ടാവും. ഈ ചക്രത്തിനും ത്രികോണാണല്ലോ നടുക്ക്, അതിനും ഒരു ദേവി വർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുക. കൂടാതെ അതിനും മുദ്രാശക്തിയും മുദ്രയും ഉണ്ട്. ഇനി അടുത്തതാണ് 9ാമത്തെ സർവാനന്ദമയ ചക്രം. 9ാമത്തെ എന്താണ് ആ ത്രൈലോക്യമോഹന ചക്രമാകുന്ന ഭൂപുരത്തിൽ നിന്ന് മധ്യത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റാം ഒരു കുത്ത് അല്ലെ, ഒരു ഡോട്ട്, ഒരു ബിന്ദു. ആ ബിന്ദു എന്താണ്? ആ ബിന്ദുവാണ് ശ്രീചക്രത്തെ സംബന്ധിച്ച് ആ ശിവം അല്ലെങ്കിൽ പരബ്രഹ്മം എന്ന് പറയുന്ന അവസ്ഥ. ആ പരബ്രഹ്മത്തിന്റെ പ്രത്യേകത എന്താ? നമ്മൾ മുമ്പൊക്കെ പറഞ്ഞു ആനന്ദം ബ്രഹ്മണോ ബഹു. അവിടെ ആനന്ദമാണ്. അതുകൊണ്ട് സർവ്വ ആനന്ദമയ ചക്രം. അവിടെ ആനന്ദം മാത്രമാണ്. ആനന്ദം പരമാനന്ദം. അവിടെ ആനന്ദമാണ്. അപ്പൊ നമ്മൾ ബാഹ്യമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിക്കൊണ്ട് നമ്മൾ എന്താണ് പരിപൂർണമായിരിക്കുന്ന ആനന്ദം. ബാഹ്യമായിട്ടുള്ളതിലൊന്നും നമുക്ക് പരമാനന്ദമില്ല, ശിവാനന്ദം ഇല്ല. അത് ബാഹ്യമായിട്ടുള്ള ആനന്ദേ ഉള്ളൂ. അത് നമ്മുടെ ശരീരത്തിന്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ള സുഖങ്ങളുടെ ഭാഗമാണ്. എന്നാൽ അപ്പുറം ആനന്ദം എന്ന് പറഞ്ഞാലോ അതിന് നമുക്ക് പകരം വെക്കാനോ ഒന്നുമില്ല. അതെന്താണ്? അത് ബ്രഹ്മാനന്ദം തന്നെയാണ്, ശിവാനന്ദമാണ്, ചിദാനന്ദമാണ്. ആ ആനന്ദം നമുക്ക് എവിടെ പൂജിച്ചാൽ കിട്ടുന്നു? ആ ബിന്ദുവിൽ പൂജിച്ചാൽ കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഈ ശ്രീചക്ര പൂജ ചെയ്യുന്ന നേരത്ത് നമുക്ക് ഒരു കേവലം ഒരു എന്തെങ്കിലും ഒരു ഭക്തി എന്ന രീതിക്ക് അല്ലെങ്കിൽ പറയുന്ന ഒരു ത്യാഗം എന്ന രീതിയിലെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. സാധാരണ സന്യാസ വ്യവസ്ഥയിലല്ല ഈ പദ്ധതി തന്ത്ര പദ്ധതി ആകുന്നത് കൊണ്ടും യോഗഭോഗാത്മകമായിട്ടുള്ള ഒരു പദ്ധതി ആകുന്നത് കൊണ്ടും യോഗശ്ച മോക്ഷശ്ച കരസ്ഥമേവാന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരാശക്തി തന്നെ പറഞ്ഞത് യോഗവും ഭോഗവും ഒരുമിച്ച് സാധ്യമാകും എന്നുള്ളതും ഒരു സന്യാസി അനുഭവിക്കുന്ന ആ പറയുന്ന ആത്മീയാനന്ദവും ഒരു ഭൗതികമായിരിക്കുന്ന ഒരു ഗൃഹസ്ഥാശ്രമി അല്ലെങ്കിൽ ഭൗതികവാദി അനുഭവിക്കുന്ന ഭൗതികതയെ നമുക്ക് ഒരുമിച്ച് ശ്രീചക്ര പൂജയിലൂടെ കരഗതമാകും. എല്ലാ ദേവീദേവന്മാരും ശ്രീചക്ര പൂജയിലൂടെ നമ്മെ അനുഗ്രഹിച്ച് നമ്മളെ കൂടെ നിൽക്കും. അപ്പൊ ശ്രീചക്രം എന്ന് പറയുന്നത് കേവലം മറ്റുള്ള യന്ത്രങ്ങൾ പോലെയല്ല, അതിന് കൃത്യമായ ഒരു രീതിയുണ്ട്. അത് പ്രപഞ്ചം തന്നെയാണെന്നും ഒരു ദേവതയുടെ ആയുധമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവതയുടെ സ്വരൂപമല്ല. ഈ പരബ്രഹ്മം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന 64 ലക്ഷം കോടി യോഗിനികളോടുള്ള 33 കോടി ദേവതകളുടെ എല്ലാം സാന്നിധ്യമുള്ള ഒരു മഹാചക്രമാണ്. അതുകൊണ്ടാണ് ശ്രീചക്രത്തെ ചക്രരാജ്ഞി എന്നാണ് വിളിക്കുക. പകരം വെക്കാനില്ലാത്ത ഒരു യന്ത്രമായിട്ടാണ് നമ്മൾ ശ്രീചക്രത്തെ പറയുക. അതുകൊണ്ട് തന്നെ ഈ ശ്രീചക്രം പൂജിക്കപ്പെടുമ്പോൾ പകരം വെക്കാനില്ലാത്ത മഹാപൂജയാണ്, മഹായാഗമാണ്. എത്രയോ നമ്മൾ അതിരാത്രങ്ങളും സോമയാഗങ്ങളും ഒക്കെ നടത്തുന്നതിൽ എത്രയോ അതിന് 10 മടങ്ങ് ഫലത്തെയും 10 മടങ്ങ് അനുഗ്രഹത്തെയും ഒക്കെ ഫലത്തെയും നൽകുന്ന
ഒരു പദ്ധതിയാണ് ശ്രീചക്ര നവാഭരണ പൂജ. അതുകൊണ്ട് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്ത് വരുന്നവർ കൃത്യമായിട്ട് ഇതിനെ മനസ്സിലായിക്കൊണ്ട് ലളിതമായ വിധാനത്തിൽ ശ്രീചക്രം പൂജിക്കാൻ തുടങ്ങുകയും അതുപോലെ തന്നെ ഈ പദ്ധതിയുടെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് സഞ്ചരിക്കുകയും ചെയ്യാം. നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോഴും എല്ലാവർക്കും ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ വെച്ചാൽ ഇതിന് അമ്മയുടെ അനുഗ്രഹം തന്നെ വേണം. എന്നിരുന്നാൽ നിത്യാഭ്യാസിക്ക് അനയെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ നിത്യം നമ്മൾ പരിശ്രമിക്കുക, ദേവിയോട് പ്രാർത്ഥിക്കുക. അമ്മയോ അമ്മേ, എന്നെ അമ്മയുടെ പരിപൂർണതയിലേക്ക് നയിച്ചാലും അതിന് ഇന്ന് കാണുന്ന ഈ മാധ്യമങ്ങൾ, ഈ ഒരു ഓൺലൈൻ മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി വീട്ടിൽ ഗൃഹാണമ സിദ്ധയെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വീട്ടിലിരുന്നിട്ട് തന്നെ നമ്മൾ ഇതിനെയൊക്കെ നേടാൻ വേണ്ടി ശ്രമിക്കുക. അത് കൃത്യമായ ഗുരുപരമ്പരയിൽ നിന്ന് അറിയാൻ ശ്രമിക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ശ്രീചക്രം എന്തേ എന്നിനി അറിയില്ലെങ്കിൽ ശ്രീചക്രം സാമാന്യന ചെറുരൂപത്തിൽ ലഘുരൂപത്തിൽ പറയുമ്പോൾ ഇതാണെന്നും ശ്രീചക്രത്തിൽ ഇങ്ങനെ 9 ആഭരണങ്ങളുണ്ട്, 9 ആഭരണത്തിൽ നിന്ന് ദേവതകളുണ്ടെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുകയും കൂടുതൽ അടുത്തറിയാനും ശ്രമിക്കുക. തുടർന്ന് നമുക്ക് ഉള്ള ഭാഗങ്ങളിൽ നമുക്ക് ശ്രീചക്രത്തിലെ ഈ പറയുന്ന ആഭരണങ്ങളിലും അതുപോലെ തന്നെ ഇതിന്റെ നിത്യകളും ഒക്കെ ഏതൊക്കെ ദേവതകൾ എന്തൊക്കെ പേരുകളാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. തുടർന്ന് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഈ പൂജാ പദ്ധതി നമുക്ക് പഠിക്കുകയുമാകാം. നമസ്തേ. അഹം ഹരേ നമ ചണ്ടാള രൂപായ ഗുരു ശ്രീപാദുകാം പൂജയാമി. ചണ്ടാളഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.